SM സ്ട്രീറ്റിലും ഡ്രസ്സ് എടുക്കാൻ വന്ന ഉപ്പി മോളും കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. കണ്ട് ഇഷ്ടമായി. അപ്പൊ പിന്നെ കേക്ക് ഉണ്ടതൊക്കെ അതൊക്കെ പഠിക്കാണല്ലേ. അപ്പൊ നേരെ വന്ന് ചോദിച്ചപ്പോ ഒന്ന് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി ഇത് എന്തായാലും വീഴുന്നുള്ളൂ. കാര്യങ്ങൾ സെറ്റാക്കി എല്ലാ ആവശ്യം ഉണ്ടായിനോ? ഒരാവശ്യമില്ല. അന്ന് യെസ് പറയാനുള്ള രണ്ട് ക്വാളിറ്റീസ് പറയാം. ഞാൻ പറയാം, വാചകടിച്ച് വീഴ്ചത് എങ്ങനെ വീഴ്ത്തണം എന്ന് നല്ലോണം അറിയാം. അങ്ങനെ എത്ര പെൺകുട്ടികൾ വീഴ്ത്തിയിട്ടുണ്ട്, കൊറേ പെൺകുട്ടികളെ വീഴ്ത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ആണ് ഞാൻ ഇവള് പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ വേറെ പെൺകുട്ടികളെ കാണാനാ പോയത്. കുട്ടികളൊന്നും പറയില്ല. ഇതാണ് 100 മെസ്സേജ് ഉണ്ടല്ലോ, ഒരു ദിവസം 100 മെസ്സേജ് ഫ്രീ ഉണ്ടല്ലോ. 90 കിഡ്സിന് അത് അറിയാൻ പറ്റൂട്ടോ. ആ 100 മെസ്സേജ് ഇവിടേക്ക് 98 വന്നാൽ ഞാൻ ചോദിക്കും ബാക്കി 2 മെസ്സേജ് ഇവിടെ. അന്നേ സൈക്കോ ആണ്, എന്ത് സ്വഭാവന്നറിയാം. മോന് ഭയങ്കര പരാതി. സ്കൂളിലൊക്കെ എത്ര മെമ്പേഴ്സ് ഉണ്ട് ചോദിക്കുമ്പോ എല്ലാവർക്കും 4 എണ്ണം പറയാണ്ട് നമുക്ക് 3 എണ്ണേ പറയാനുള്ളൂ. അത് ഭയങ്കര വിഷമം. അതെപ്പോഴും പറയും. അപ്പൊ നമുക്ക് 4 ആക്കാന്നുള്ള ഒരു തീരുമാനം അത്രേ ഉള്ളൂ. എല്ലാ അമ്മമാരും ഇങ്ങനെ ചിന്തിക്കാൻ എനിക്കറിയില്ല. എനിക്ക് ഒറ്റ മോൻ മതി, വേറൊരാള് വന്ന സ്നേഹം എന്നോട് കുറഞ്ഞു പോവുക, അങ്ങനത്തെ കുറച്ച് സ്വഭാവം എനിക്കുണ്ടേനോ. കേട്ടപ്പോ എനിക്ക് കുറച്ച് മെന്റലാന്നൊക്കെ പറഞ്ഞു. എന്തായാലും ഇൻഷാ അല്ലാ ഒരു സന്തോഷം വരും. ഈ അടുത്ത് തന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കല്ലേ. ബർത്ത്ഡേ എന്നാണ് ഫെബ്രുവരി 2 അല്ലേ? തെറ്റ്, ഡിസംബർ 2. അടിപൊളി. അല്ല, ഈ ഷൂട്ട് കഴിയുമ്പോ തുടങ്ങും. ഈ ഷൂട്ട് ഒന്ന് ഡേറ്റ് കൊല്ലം മാറിപ്പോയതാ. പിന്നെ അല്ല, ഇത് നിർത്തണം എന്ന് വിചാരിച്ചാണ് യൂട്യൂബ് ചാനൽ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഞാനൊക്കെ ഇവളില്ലേ, ഞാൻ ഒറ്റക്ക് ബീച്ചിലേക്ക് പോകും. എന്നിട്ട് പറയും മച്ചാനെ നമ്മളെ ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആളുകളായിരിക്കും. വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അറിയാത്ത ആളുകളെ കമന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. കുറച്ച് വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകളെ നമ്മൾ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഉണ്ട്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി. ഹായ് ഓൾ, വെൽക്കം ടു ലൈഫ് നെറ്റ് TV. ദിസ് ഇസ് അന്ന. ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും തൻ്റെതായ ഒരു ലോകം സൃഷ്ടിച്ച് നമ്മുടെ എല്ലാവരുടെയും മനം കവർന്ന നമ്മുടെ സ്വന്തം ഫിനിഷത്തെയും ഷഹീർക്കയാണ്. വെൽക്കം ടു ദ ഷോ. ഇപ്പം നിങ്ങളുടെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ ലവ് മാരേജ് ആയിരുന്നോ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നോ? അതിന്റെ ഒരു വീട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ലവ് മാരേജ് എന്ന് പറയാൻ പറ്റൂല. അതായത് SM സ്ട്രീറ്റിലും ഡ്രസ്സ് എടുക്കാൻ വന്ന ഉപ്പി മോളും കൂടെ ഡ്രസ്സ് എടുക്കാൻ വന്നതാണ്. കണ്ട് ഇഷ്ടമായി. അപ്പൊ പിന്നെ കേക്ക് ഉണ്ടതൊക്കെ അതൊക്കെ പഠിക്കാണല്ലേ. കണ്ട് ഇഷ്ടമായി. നമ്പർ വാങ്ങി ഉപ്പനെ വിളിച്ച് സംസാരിച്ച് അങ്ങനെയാ. അല്ലാതെ കൊറേ ലവ് ചെയ്തിട്ടൊന്നുമില്ല. അല്ല, ഫസ്റ്റ് കുറച്ച് മെസ്സേജ് ഒക്കെ അയച്ച് പിന്നെ ഉപ്പനെ വിളിച്ച് കാര്യങ്ങൾ സെറ്റായി. കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞൊരു ഞങ്ങള് വീഡിയോക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ പിന്നീട് അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് തന്നെ ഞാൻ നടത്തി. ഓക്കെ, ഇപ്പൊ മോനിലേക്ക് വരികയാണെങ്കിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു പ്രഗ്നൻസിനെ പറ്റിയിട്ടുള്ള. ശരിക്കും പ്രഗ്നന്റ് ആണോ? അല്ല, ഇപ്പൊ സെക്കൻഡ് ബേബി പ്ലാനിങ്ങിനെ പറ്റിയിട്ട് എല്ലാരും ചോദിക്കുന്നുണ്ട് കമന്റ്സിൽ. അപ്പൊ അവരോടൊക്കെ ഞങ്ങളും പ്ലാനിങ്ങിലാണ്. ഇതുവരെ നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചില്ല, ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്. എന്തായാലും ഇൻഷാ അല്ലാ ഒരു സന്തോഷം വരും. ഈ അടുത്ത് തന്നെ എല്ലാവർക്കും ഉണ്ടാവുന്ന പ്രതീക്ഷിക്കല്ലേ. ഇപ്പം അതെത്രയും ഡിലേ ആക്കാനുള്ളൊരു കാരണം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് കമന്റ്സിൽ നിങ്ങൾക്ക് നെഗറ്റീവ് വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊക്കെ എങ്ങനെയാണ്? 2-3 റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ എല്ലാ അമ്മമാരും ഇങ്ങനെ ചിന്തിക്കാൻ എനിക്കറിയില്ല. എനിക്ക് ഒറ്റ മോൻ മതി, വേറൊരാള് വന്ന സ്നേഹം എന്നോട് കുറഞ്ഞു പോവുക, അങ്ങനത്തെ കുറച്ച് സ്വഭാവം എനിക്കുണ്ടേനോ. കേട്ടപ്പോ എനിക്ക് കുറച്ച് മെന്റലാന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ തോന്നി. പിന്നെ എനിക്ക് കുറച്ച് ബോഡി പെയിൻ ഉണ്ട്. ഞാൻ കുറച്ച് വളരെ റിസ്ക് ആണ് കിടക്കുന്ന കാര്യത്തില്. ഞാൻ കമഴ്ന്നിട്ടൊക്കെയാണ് കിടക്കുക. പക്ഷെ പ്രഗ്നന്റ് ആയാൽ അതൊക്കെ വളരെ കെയർ ചെയ്യണ്ടേ. എനിക്കത് പറ്റൂല. അപ്പൊ അതൊക്കെയാണ് പിന്നെ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തിട്ട് ഡിലേ ആയതൊന്നല്ല. പിന്നെ നമ്മള് കുറച്ച് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയപ്പോ കുറച്ച് തിരക്കായി. അപ്പൊ പിന്നെ എന്തായാലും ഇപ്പൊ വേണം തോന്നുന്നു നമ്മള്. ഓന് ഭയങ്കര പരാതി. സ്കൂളിലൊക്കെ എത്ര മെമ്പേഴ്സ് ഉണ്ട് ചോദിക്കുമ്പോ എല്ലാവർക്കും 4 എണ്ണം പറയാണ്ട് നമുക്ക് 3 എണ്ണേ പറയാനുള്ളൂ. അത് ഭയങ്കര വിഷമം. അതെപ്പോഴും പറയും. അപ്പൊ നമുക്ക് 4 ആക്കാന്നുള്ള ഒരു തീരുമാനം അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങളുടെ ആ ഒരു പ്രണയത്തിലേക്ക് വരികയാണെങ്കിൽ
ഫസ്റ്റ് ഉപ്പാനെ വിളിച്ച് സംസാരിച്ചു. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ആണ് അങ്ങനെ തന്നെയാണ്. ഉപ്പാനെ വിളിച്ചപ്പോ എന്തായിരുന്നു ഉപ്പാന്റെ റിയാക്ഷൻ? നടക്കൂല എന്ന് പറഞ്ഞു. കൺവിൻസ് ചെയ്ത് പിന്നെ ഞാൻ ഇവളോട് പറഞ്ഞേ നടക്കൂല എന്നാണ് പറയണതെന്ന്. അപ്പൊ ഇവള് അവിടെ ഒരു ചെറിയ കോണ്ടാക്ട് അല്ല നമ്പർ ഏതായാലും കിട്ടിയിട്ടുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. അന്ന് മറ്റേ ഇതാണ് 100 മെസ്സേജ് ഉണ്ടല്ലോ, ഒരു ദിവസം 100 മെസ്സേജ് ഫ്രീ ഉണ്ടല്ലോ. 90 കിഡ്സിന് അത് അറിയാൻ പറ്റൂട്ടോ. അത് ഭയങ്കര അതായത് ഒരു ദിവസം 100 മെസ്സേജ് 100 മെസ്സേജ് 14 റുപ്യ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഓഫർ. ആ 100 മെസ്സേജ് ഇവിടേക്ക് 98 വന്നാൽ ഞാൻ ചോദിക്കും ബാക്കി 2 മെസ്സേജ് അവിടെ. അന്നേ സൈക്കോ ആണ്, എന്ത് സ്വഭാവം അറിയാം. ആ 2 മെസ്സേജ് എന്റെ ഫ്രണ്ട്സിനേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോഴും ചോദിക്കും 2 മെസ്സേജ് ഇവിടേക്ക് വന്നില്ലല്ലോ, ആ 2 മെസ്സേജ് എവിടെ? ചിലപ്പോ ഉച്ചയാകുമ്പോഴേക്ക് പറയും എന്റെ മെസ്സേജിന്റെ ഓഫർ തീർന്നെന്ന്. അപ്പൊ ഞാൻ പറയുന്ന ആകെ 80 വന്നിട്ടുള്ളൂ, ബാക്കി 20 എവിടെ ചോദിക്കും. പിന്നെ എങ്ങനെയാണോ പിന്നെ ഇവളെന്നെ വീട്ടിൽ പറഞ്ഞു എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞ്. പിന്നെ ഞാന് എന്റെ അളിയനെ കൊണ്ട് വിളിപ്പിച്ചു ഉപ്പനെ. കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോ വന്ന് കാണാനുള്ള പെർമിഷൻ കിട്ടി. ഇവള് ചെറുതായിട്ടൊരു പ്രസ്സും ഉണ്ട്, അപ്പൊ പെർമിഷൻ കിട്ടി, വന്ന് കണ്ട്. പിന്നെ ഓക്കെ ആയി, അന്വേഷണമൊക്കെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു. അത്രയും. അല്ലാതെ വലിയ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല കല്യാണത്തില്. നല്ല രീതിയിൽ തന്നെ നമ്മള് ഇഷ്ടമാണ്. അത് വീട്ടിൽ അവതരിപ്പിച്ച ഫസ്റ്റ് ഒരൊപ്പം കല്യാണം കഴിപ്പിക്കുന്നില്ല എന്നാ പറഞ്ഞത് അല്ലേ, ഇപ്പൊ കെട്ടിക്കണില്ല എന്നാ പറഞ്ഞത്. പിന്നെ അതങ്ങോട്ട് സെറ്റായി. ഇവള് ഒന്ന് ബലം പിടിച്ചപ്പോ സെറ്റ് ആക്കിയതാണ്. എനിക്ക് എല്ലാ ആവശ്യം ഉണ്ടായിനോ? അന്ന് യെസ് പറയാനുള്ള 2 ക്വാളിറ്റീസ് പറയാം. അന്ന് ഇത് കാരണമാണ് ഞാൻ സൗന്ദര്യം വേറെന്താണ്? സൗന്ദര്യം മക്കളെ ഞാൻ പാചകടിച്ച് വീഴ്ചത് നമ്മള് സംസാരത്തില് നമുക്ക് ഇത് മതി, ഇത് ഓക്കെ എന്ന് തോന്നാം. ഒറ്റമതി സംസാരാണ്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞ ആവശ്യമില്ല. അല്ലല്ല, സൗന്ദര്യം കണ്ടിട്ട് ഇപ്പൊ ഒരാള് കൊറേ സംസാരിച്ചു കൊറേ നല്ല സംസാരിക്കുന്നു. ഭയങ്കര നമുക്കുണ്ടല്ലോ ഒരാളോട് ഇങ്ങനെ ഇഷ്ടം തോന്നി പോകുന്ന എങ്ങനെ വീഴ്ത്തണം എന്ന് നല്ലോണം അറിയാം. അത് എത്ര പെൺകുട്ടികളെ വീഴ്ത്തിയിട്ടുണ്ട്, കൊറേ പെൺകുട്ടികളെ വീഴ്ത്തിയിട്ടുണ്ട്. ലാസ്റ്റ് ആണ് ഞാൻ ഇവള് പഠിച്ച സ്കൂളിൽ തന്നെ ഞാൻ വേറെ പെൺകുട്ടികളെ കാണാനാ പോയത്. യെസ്, അവിടുന്ന് എന്നോട് ചോദിച്ചു അന്നെ കാണാൻ എല്ലാവും വരുത്തുണ്ടേന്ന്. നമ്മള് കല്യാണം കണ്ടിട്ടില്ലേ? ഇല്ല, അപ്പൊ നമ്മള് കണ്ടിട്ടില്ല. അപ്പൊ നമ്മള് തെന്നി മാറിപ്പോയി. അല്ല വെച്ച് കാണാനായിരുന്നു. അതുകൊണ്ട് എന്താ ഇപ്പൊ ഇവിടെ ഇരിക്കുന്നത്? അതിനെ പറ്റി കൂടുതലൊന്നും പറയില്ല. ഇപ്പൊ ഫിനിഷത്തേനെ ഇഷ്ടപ്പെടാനുള്ള 2 റീസൺ. അല്ല, ആ സമയത്ത് കല്യാണം നോക്കുന്നുണ്ട്. അപ്പോ കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടിയാണ്, കുഴപ്പമില്ല, നമുക്ക് പറ്റിയൊരു കുട്ടിയാണെന്ന് തോന്നി. അപ്പൊ അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെയാണ്. അപ്പൊ നേരെ വന്ന് ചോദിച്ചപ്പോ ഒന്ന് സംസാരിച്ചപ്പോ എനിക്ക് തോന്നി ഇത് എന്തായാലും വീഴുന്നുള്ളത്. വീഴുന്ന ടൈപ്പാണ്. അപ്പൊ പിന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്ത് സംസാരിച്ചപ്പോ ഓക്കെ ആയി, അത്രേ ഉള്ളൂ. ഭയങ്കരമായ സൗന്ദര്യത്തിൽ മതി മറന്നിട്ടൊന്നുമില്ല. ആയിക്കോട്ടെ, അതൊക്കെ എനിക്കറിയാം. ഇപ്പം ബിഗ് ബോസ്, ഏഷ്യാനെറ്റില് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്തേക്ക് ഒരു ചാൻസ് കിട്ടി. ഇപ്പൊ വിളിക്കാണ് അവര്, ഷോ ഡയറക്ടർ വിളിച്ചിട്ട് പറയാണ് നിങ്ങൾ ബിഗ് ബോസിൽ പാർട്ടിസിപ്പന്റ് ആയിട്ട് സെലക്ട് ആയിട്ടുണ്ട്, വരുമോ ഇല്ലയോ? ഞാൻ പോവില്ല. കുറെ മുന്നേ വീഡിയോ വന്നിരുന്നു. അതായത് നമ്മൾ അത്യാവശ്യം നല്ല വീഡിയോസ് ഒക്കെ നന്നായിട്ട് വൈറലായി കേറുന്ന സമയത്ത് അടുത്ത ഫിൻഷാ ഷെഹീറാണ്, 5ാം സ്ഥാനത്ത് ഫിൻഷാ ഷെഹീറാണ് ബിഗ് ബോസിൽ വരാനുള്ളതെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ഇവള് പോണില്ല എന്നാ പറഞ്ഞത്. എനിക്ക് ഞാനോ പോട്ടോ. കപ്പിളായിട്ട് പോകുന്ന എത്ര പേരുണ്ട്? എനിക്ക് ഇൻട്രസ്റ്റഡ് അല്ല. എനിക്ക് അത് അങ്ങനെ അങ്ങോട്ട് ഷോ കാണാറും ഇല്ല. എങ്ങനെ ഇൻസ്റ്റയിലൊക്കെ വരുമ്പോ റീൽ ഇങ്ങനെ കാണാ. പക്ഷെ ഞാനും വീഡിയോ ഷോ ഒന്നും അധികം കാണാനില്ല. പക്ഷെ ചില സമയത്ത് ഫേസ്ബുക്കിൽ നമ്മള് ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇപ്പൊ അടുത്ത് ജാസ്മിൻ ജാഫറിനൊക്കെ കുറെ ഇങ്ങനെ കാണലുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ട്രോളായിട്ട് കൊടുക്കല്ലോ, അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാണുമ്പോ ക്യൂരിയോസിറ്റി അപ്പം കാണുന്നല്ലാതെ പോവായൊന്നുമില്ല. ചിലപ്പോ അത് ഇപ്പൊ പറയുന്നത് നോക്കണ്ട, അവസരം കിട്ടിയാലും എല്ലാരും ആ സമയത്ത് റെഡി ആവും. അത്രേ ഉള്ളൂ. ഇപ്പൊ ഇക്കയുടെ ഒരു ക്യാരക്ടർ മാറ്റണം എന്ന് വിചാരിച്ച അത് ഏതായിരിക്കും? പറയട്ടെ. ചൂടാവില്ല. നമ്മളിതങ്ങനെ ചിന്തിക്കാതെ അതാണപ്പൊ ചെയ്തേന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുന്ന് വന്നിട്ടുണ്ടാവും ഷൗട്ട്. പക്ഷെ അത് സ്നേഹമുള്ളവർ അങ്ങനെ ഉണ്ടാവുള്ളൂ. ഇത്രയും കാലം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം എത്ര കൊല്ലായി? 10 കൊല്ലായി. ഞാനല്ലാതെ തെറ്റിയിട്ട് ഇങ്ങോട്ട് വന്നാണോ? ഇല്ലല്ലോ. ഇല്ല. അതെന്തുകൊണ്ടാണ്? ചെറിയൊരു കാര്യത്തിന് ഞാൻ നല്ലോണം കേൾക്കും. അപ്പൊ എന്നോട് ഒന്ന് സോറി പറയും, അല്ലാതെ ഞാൻ അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ. 10 കൊല്ലായിട്ട് ഞാന് അത് തിരുത്താൻ പോയിട്ടുള്ളൂ. അല്ല, സോറി അല്ല, പക്ഷെ അത് ഞാൻ ചീത്ത പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് നിൽക്കൂലട്ടോ. നമ്മള് തമ്മിൽ എത്ര വഴക്കുണ്ടെങ്കിലും നമ്മള് മിണ്ടാക്കൂല. ഇന്നോട് ഇങ്ങോട്ട് വന്ന് ഇങ്ങനെ ചീത്ത പറയുകയാണെങ്കിൽ പോലും പറഞ്ഞു
സംസാരിച്ചാലല്ലേ നന്നാവുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. മിണ്ടാതെ നിന്നിട്ടില്ല ഇത്രയും കാലമായിട്ട്. നേരെ മറിച്ച് ഇപ്പൊ ഇത്തയുടെ ഒരു ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ എന്താന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? ഞാൻ വേണമെങ്കിൽ പറയണോ? ഞാൻ നല്ല സൗണ്ടില് സംസാരിക്കാം. എനിക്ക് മെല്ലെ സംസാരിക്കാനേ അറിയില്ല. ഞാൻ സ്വകാര്യം പറയുമ്പോൾ അത് എല്ലാരും കേൾക്കും. ഞാൻ ഭയങ്കര ലൗഡ് സ്പീക്കറാണ്. പ്രത്യേകിച്ച് അങ്ങനെ മോശപ്പെട്ട സ്വഭാവമൊന്നുമില്ല, ആള് ഉഷാറാണ്. അങ്ങനെയൊന്നുമില്ല. എന്താ ഇങ്ങനെ ദേഷ്യം എന്നൊക്കെ പറഞ്ഞ അത് ഇല്ലാന്ന് പറയട്ടെ. അങ്ങനെയല്ല, അത് കുറച്ച് സൗണ്ടില് സംസാരിക്കും, അതൊരു വലിയ മിസ്റ്റേക്ക് ആയിട്ട് തോന്നുന്നില്ല. എന്നാലും ആള് ഓക്കെയാണ്, സെറ്റാണ്. പോരെ? മതി മതി, ഇന്നത്തേക്കുള്ളതായി. അപ്പൊ നമ്മൾ ഇനി അടുത്തത് മനപ്പുറത്തും റൗണ്ടിലേക്കാണ് പോകാൻ പോകുന്നത്. വലിയ പ്രതീക്ഷ ഇല്ല, എന്നാലും ലവ് മാരേജ് ഒക്കെ അല്ലേ? അല്ല 10 കൊല്ലായില്ലേ, ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ പറയും. ഇക്കക്ക് ഇഷ്ടമുള്ളത് ഇത്ത എഴുതാം, ഇത്തക്ക് ഇഷ്ടമുള്ളത് ഇക്ക എഴുതാം. ഓക്കെ ഓക്കെ. സോഡിയക് സൈൻ. തീരെ അറിയില്ല. എനിക്കും അതിനെ പറ്റി വലിയ അറിയില്ല. എനിക്ക് തീരെ അറിയുന്ന സിമ്പിൾ സാധനങ്ങൾ ചോദിക്കും. എനിക്ക് സത്യം എന്നാ ബർത്ത്ഡേ എഴുതിക്കോ. ബർത്ത്ഡേ എന്നാന്ന് എഴുതിക്കോ. അത് വെച്ചല്ലേ നമ്മള് സോഡിയക് സൈൻ പറയും. 4 മോശാട്ടോ സോഡിയക് സൈൻ ഒക്കെ നോക്കി. എനിക്കില്ലേ, ഞാൻ എന്റേത് നോക്കിണ്ടേ, പക്ഷെ ഞാൻ നോക്കി മറന്നുപോയി. ഇക്കാന്റെ ബർത്ത്ഡേ എന്നാ? എന്റേത് ജൂൺ 13. ജൂൺ 13 ഫെബ്രുവരി 2 അല്ലേ? തെറ്റ്, ഡിസംബർ 2. അടിപൊളി. അല്ല, ഈ ഷൂട്ട് കഴിയുമ്പോ തുടങ്ങും. ഈ ഷൂട്ട് ഒന്ന് അല്ല, ഡേറ്റ് കൊല്ലം മാറിപ്പോയതാ. പിന്നെ അത് സംഭവം എന്താ അറിയോ, ഇവന് ഫെബ്രുവരി 29 ഇവള് ഡിസംബർ 2. അത് ഫെബ്രുവരി പറഞ്ഞോ എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാരോടും. അല്ല, അത് സംഭവം അങ്ങോട്ട് മാറിപ്പോയത്. ഫെബ്രുവരി ഓന്റെ അടുത്ത് പാടില്ല. അത് ബാക്കിയൊക്കെ റെഡിയാണ് അവിടെയൊക്കെ. ഫെബ്രുവരി 2 1995. അടുത്ത ക്വസ്റ്റ്യൻ. ഉപ്പൂപ്പാന്റെ പേര്, ഗ്രാൻഡ് ഫാദേഴ്സ് പേര്. അവിടെയും പോയോ? എനിക്കറിയില്ല. അതിന് അധിക കാലം ഉണ്ടായിട്ടില്ല ഓളെ വല്യപ്പ. നമ്മളെ കല്യാണത്തിന് ഇവരെപ്പ ഇല്ല. അപ്പൊ എനിക്ക് ഇവരെപ്പന്റെ എന്തായാലും എനിക്ക് നിന്റെ പേരറിയോ? മുഹമ്മദ്. അല്ല, അത് എന്റെ ഉപ്പന്റെ പേരാണ്. വല്യപ്പന്റെ പേരെന്തായിരുന്നു? എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അറിയില്ല. അറിയില്ല. എന്റെ വല്യപ്പന്റെ പേരെന്തായിരുന്നു? പറഞ്ഞില്ല മോനെ, എന്റെ ഫാമിലിനെ പറ്റി ഒന്നും അറിയില്ലല്ലേ. ഒക്കെ ഞാൻ തരണ്ട്. നിങ്ങളിപ്പോ എന്റെ ഉപ്പന്റെ പേര് അറിയാം. എന്റെ വല്യപ്പന്റെ പേര് എനിക്കറിയില്ലേ. അല്ല, ഇജെന്താ എഴുതിയേ? ഞാനോ? ഞാൻ വെറുതെ എഴുതിയത് ബാവാന്ന് എഴുതി. അബ്ദുറഹ്മാൻ എന്നാണ് എന്റെ വല്യപ്പന്റെ പേര്. വല്യപ്പന്റെ പേര് പറയും. എന്താണ് പറയും? എന്താ ഗസ് ചെയ്ത് എഴുതിയത്? ഞാൻ അബ്ദുറഹ്മാൻ തന്നെ എഴുതി. അതാണല്ലോ ഒരു പ്രായമുള്ള ആൾക്കാരെ പേര്. എന്റെ വല്യപ്പന്റെ പേര് അഹമ്മദ് കോയാന്ന്. അല്ല, അതെനിക്ക് മറന്നു. ഞാൻ എവിടെയോ അല്ല, ഇവരുടെ പേര് ഇടുമ്പോ അഭിഷാം അഹമ്മദ് ഇടാൻ പറഞ്ഞിരുന്നു. അഹമ്മദ് എന്നുള്ളതിന് അഭിഷാം അഹമ്മദ് എന്ന് ഇടാൻ പറഞ്ഞിരുന്നു. അതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 2 ദിവസം പോയി. ഇനി അടുത്തത് ഫേവറേറ്റ് ഫുഡ്. അത് സിമ്പിൾ ആണ് ഓൾക്ക്. ഓളത് എനിക്ക് കിട്ടൂല. ഈ സ്റ്റീഫൻ ഒരു പിടുത്തം തരുന്നില്ല എന്ന് പറഞ്ഞില്ല, അതുപോലെയാണ്. ഞാനൊരു സാധനം എഴുതിക്കണ്, ചിലപ്പോ അത് ഫേവറേറ്റ് ആണ്. എനിക്ക് ഒരു ഫേവറേറ്റ് ഉണ്ട്. 1-2 ഫേവറേറ്റ് എനിക്കുണ്ട്. പക്ഷെ ഇവൾക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് കണ്ടില്ല. ഇക്കാന്റെ ഫേവറേറ്റ് എന്താ? ബിരിയാണി. ചേച്ചി എഴുതിയത് ബിരിയാണിയാ? ഓക്കെ. ഞാൻ സദ്യ എന്ന് എഴുതിയത്. അതായത് ഓള് സദ്യ മാത്രല്ലല്ലോ, അതായത് ചില സമയത്ത് അതായിരിക്കും, ചില സമയത്ത് ഇതായിരിക്കും. എനിക്ക് അങ്ങനല്ല. ഹോട്ടലിൽ പോയാല് ബിരിയാണി, അതല്ലെങ്കിൽ ബീഫും പൊറോട്ടയും. നമ്മള് അതില് സെറ്റാണ്. ഇനി അടുത്തത് ഫേവറേറ്റ് പ്ലേസ്. അങ്ങനെ അല്ല, ഞാൻ പണ്ടത് എഴുതണ്ടല്ലേ.
ആ എഴുതിയിട്ടുണ്ട്. ഇക്കയുടെ ഫേവറേറ്റ് പ്ലേസ് ഏതാ? എനിക്ക് നമ്മളെ നാട് തന്നെ, അതായത് കോഴിക്കോട് തന്നെ. അതേപോലെ എഴുതിയിട്ടുണ്ട്, കറക്റ്റ് ആണ്. കോഴിക്കോട് അല്ലാതെ വേറെ എവിടെയും പറയാം. എവിടെ പോയാലും എനിക്ക് ഇവിടെ കിട്ടണം. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മലേഷ്യ ഒരു മാസം മുന്നേ മലേഷ്യ പോയിരുന്നു. എനിക്ക് അവിടെ പറ്റുന്നില്ല. ഇവളൊക്കെ ഓക്കെയാണ് കേട്ടോ. അവിടെ പോയാ തിരിച്ചു പോവാ. ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ കൾച്ചർ, ഇതൊക്കെ വിട്ടു പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ എന്റേത് എഴുതിയ എന്താണെന്നറിയോ, പുഴയും കുന്നും. ഇത് രണ്ടുമാണ് ഫേവറേറ്റ്. അതായത് എപ്പോഴും പറയും ദൂരെ പോകുന്നൊന്നും ഇഷ്ടമല്ല. ഇങ്ങനത്തെ പുഴയുള്ള സ്ഥലം, കുന്നുള്ള സ്ഥലം, അങ്ങനത്തെ സ്ഥലങ്ങളാ വയനാട്, അതൊക്കെയാണ് ഇഷ്ടം. ചെറുതായിട്ട് പോയാൽ മതി എനിക്ക്. അപ്പൊ അത് ഞാൻ ഓക്കെയാണ്. ഞാൻ എന്റെ കറക്റ്റ് ആട്ടോ. ഓ, ആദ്യമായിട്ട് ഒരു കറക്റ്റ് ആയി. ഇപ്പൊ നിങ്ങൾ കല്യാണത്തിന് മുൻപ് കൊറേ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടാവല്ലോ കറങ്ങാൻ? ഇല്ല. നമ്മൾ കണ്ടാളോ? ഇല്ല, നമ്മള് കാലിക്കറ്റിന്ന് പുറത്ത് എവിടെയും അല്ല, കാലിക്കറ്റിൽ തന്നെ ഉപ്പമ്മ അന്ന് അറിയാണ്ട് പോയ ഒരുപാട് സ്ഥലങ്ങളുണ്ടാവും. അതിനകത്ത് ആദ്യം പോയ സ്ഥലം ഏതാ? എനിക്കറിയാം. അറിയോ? എനിക്കറിയാം. എഴുതിക്കോ. ഇതൊക്കെ കൊണ്ടുപോയിക്കാറ്. ഇത് കൊണ്ടു ഉറപ്പാ. എനിക്ക് ഉറക്കി രണ്ടെണ്ണം ഇതാ പറ്റുമോ? ഞാൻ എഴുതിയില്ല, എനിക്കറിയാം. ഏതാ? പ്ലാനറ്റോറിയം. സരോവരല്ലേ? അല്ലല്ല, പ്ലാനറ്റോറിയ. ഈ രണ്ട് സ്ഥലത്ത് എന്തായാലും അതിന്റെ അർത്ഥം രണ്ട് സ്ഥലത്ത് പോയതാണ്. സരോവരം പോയതാണ്. എനിക്കറിയാം. സരോവരം പോയിട്ടുണ്ട്, പ്ലാനറ്റോറിയം ഉണ്ട്. ഫസ്റ്റ് ആയിട്ട് പോയത് പ്ലാനറ്റോറിയം ആണോ? അല്ല, അല്ലേ? ഇവിടെ അല്ലേ പോയത്? നമ്മള് എന്താണ്, ബീച്ചാണോ പോയത്? കാലിക്കറ്റുള്ള എല്ലാ സ്ഥലവും പറയുന്നുണ്ട്. കാലിക്കറ്റേ പോയിട്ടുള്ളൂ, വേറെ എവിടേക്കും പോയിട്ടില്ല. അല്ല, എല്ലാ സ്ഥലവും പറയുന്നുണ്ടല്ലോ. സരോവരായി ഇവിടൊക്കെ തന്നെ ഇങ്ങനെ കറങ്ങലുള്ളൂ. പ്ലാനറ്റോറിയം ആണ് ഫസ്റ്റ് പോയത്. ഉറപ്പല്ലേ? ഉറപ്പാണ്. ടിക്കറ്റ് എടുത്ത് ഞാനാണല്ലോ. അതെ, 2 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി. ഇതിൽ ഏറ്റവും റൊമാൻറ്റിക് ആരാണ്? ഞാൻ. എന്റെ അഭിമാനം. ഞാൻ രണ്ടുപേർക്കും ഇത് ഞാൻ ഫിലിം എഴുതിയത്. ഞാൻ തന്നെ. എനിക്ക് അങ്ങനെ വലിയ റൊമാൻറ്റിക് ഒന്നും ഇല്ല കേട്ടോ. അത് ഇല്ല, കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു കൊടുക്കും. കലിപ്പനാണോ? അല്ലല്ല, ദേഷ്യം. സ്നേഹം ഉണ്ടോന്ന് ചോദിച്ചാൽ നല്ല സ്നേഹമുണ്ട് അല്ലേ? അത് പ്രകടിപ്പിക്കാന് അത് ഞാനാണെങ്കിലോ സ്നേഹം ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്ന ആളെ. ഷെയ്ക്കാനോടൊന്നല്ല. ഇപ്പൊ എന്റെ ഒപ്പം 2 ദിവസം കഴിഞ്ഞാൽ കാണുകയാണെങ്കിൽ ഞാൻ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് ഉമ്മക്കണം. അപ്പോൾ എനിക്ക് എന്റെ സ്നേഹം അറിയിക്കാൻ പറ്റും. എന്റെ അമ്മനാണെങ്കിലും എല്ലാരും ഞാൻ അങ്ങനെ തന്നെ. നമുക്ക് പിന്നെ ഞങ്ങള് ഒരു പണ്ട് മുതലേ വന്നതിൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. എനിക്ക് അങ്ങനെ സ്നേഹം ഉള്ളിലുണ്ട്. ഇപ്പോ വയ്യായ ഞാനും തന്നെയാണ് അടുക്കളയെന്നൊക്കെ ഫുള്ള് ഉണ്ടാക്കി കൊടുക്കല്. പക്ഷെ അതാണ് റൊമാൻറ്റിക് കാണിക്കുന്നത്. എന്നെ ഹെൽപ്പ് ചില സമയത്ത് പാത്രം കഴുകി കൊടുക്കും, തേങ്ങ അരച്ചു കൊടുക്കും, പിന്നെ കറി വെക്കും, എല്ലാ സംഭവം ചെയ്യലുണ്ട്. തുടക്കില്ല അതൊന്നല്ല, ഇങ്ങനത്തെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷെ അതാണ് ഇന്റെ റൊമാൻറ്റിക്. അതിനോട് എപ്പോഴും പറയും അതാണ് ഇന്റെ റൊമാൻറ്റിക്. എനിക്ക് അല്ലാതെ ഇങ്ങനെ അയ്യേ തേനെ അതൊന്നും എനിക്ക് അറിയില്ല. അത് അറിയില്ല എന്നല്ല, അത് വഴങ്ങൂല. ഇക്കയുടെ ഫേവറേറ്റ് ആക്ടർ? സുഖല്ലേ സെറ്റ്. അത് ഷെയ്ഖാന്റെ ലാലേട്ടൻ, മമ്മൂട്ടി. മോന്റെ വിജയ്. അത് വിജയിന്റെ ആ സിനിമ കണ്ട് വിജയ് ഏറ്റവും വലിയ കോമഡി പറഞ്ഞാല് ഫ്രണ്ട്സ് സിനിമ അല്ലേ മലയാളത്തിലുള്ള, അത് ഞങ്ങൾ കണ്ടിട്ട് പിന്നെ അതിന്റെ തമിഴ് ഇടയ്ക്ക് ഒന്ന് വെച്ച് അതിന്റെ ശേഷം അതന്നെ. പക്ഷെ ഏറ്റവും അവസാന ഭാഗം കാണാൻ ഒരു മറ്റേ അരവിന്ദനാവൂല്ലോ വിജയ്. ആക്സിഡന്റ് പറ്റിയതാവില്ല, അതുകൊണ്ട് അപ്പൊ കരയും. ഞങ്ങളാണെങ്കിൽ ആ സീന് വെച്ച് ഇങ്ങനെ അതിങ്ങനെ പറഞ്ഞിട്ട് വിജയിന്റെ ആ ഒരു ലുക്ക്, വിജയിന്റെ അത് ഇത് കാണാനേ എനിക്ക് ഇഷ്ടമല്ല. അത്രക്കും വിജയ് ഫാനാണ്. ഇനി കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫുഡ് സ്പോട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോ ഈവനിങ് എന്നല്ല എപ്പോഴായാലും ഫേവറേറ്റ് ഫുഡ് സ്പോട്ട് ഏതാ? ഫേവറേറ്റ് അങ്ങനെ ഫുഡ് സ്പോട്ട് ഉണ്ടോ? ഫേവറേറ്റ് സ്പോട്ട്, എനിക്കൊരു ഫേവറേറ്റ് സ്പോട്ട് ഉണ്ട്. അത് അറിയോന്ന് എനിക്കറിയില്ല. ഞാൻ പാസ് ചെയ്യുമ്പോ ഞാൻ പറയും ഇവിടെ ഇരിക്കുമ്പോ എന്തോ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ശരിക്കും അങ്ങനെ ഫേവറേറ്റ് സ്പോട്ട് ഒന്നുമില്ല, എന്നാലും ചിലപ്പോ പറയലുണ്ട് അവിടെ പോവാന്ന്. ഞാൻ എഴുതിയിട്ടുണ്ട് എന്റേത് ശാലിയാണ് ഞാൻ എഴുതിയത്. സത്യം അല്ലേ?
ഫസ്റ്റ് ഒക്കെ ഒന്ന് ഉഴപ്പിയെങ്കിലും അതൊക്കെ വെറുതെ ചാലിയ കരുവന്തിരത്തില്ല ഉദ്ദേശിച്ചേ ബ്രിഡ്ജ് ഇറങ്ങി വരുന്ന ചാലിയ, അതായത് അവിടെ ഫുഡ് ചായ കുടിക്കാൻ പോകാനാണ് വൈകുന്നേരം. ഞങ്ങളെ വീട് ആദ്യം അവിടെ കരുവന്തിരുത്തിയായിരുന്നു. അപ്പൊ അവിടുന്ന് നല്ല എളുപ്പമാണ് അങ്ങോട്ട്. ആകെ 2 കിലോമീറ്റർ ഉള്ളൂ, 3 കിലോമീറ്റർ ഉള്ളൂ ചാലിയത്തേക്ക്. അപ്പൊ അധിക ദിവസം വൈകുന്നേരം അവിടെ പോയി ഇരിക്കുക ചെയ്യാം. ഇരിക്കാനും നല്ല അധികം ആളുകളൊന്നും ഇല്ലാതെ ഇരുന്ന് കുറെ നേരം ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ബീച്ചിലൊക്കെ കുറച്ച് അധികം ആളുണ്ടാവുമല്ലോ. ഇന്റേത് ഏതാ എഴുതിയത്? ഞാൻ ചായ എഴുതിയ ചായ. എനിക്കങ്ങനെ ചായ അല്ല അധികം കഴിക്കാൻ പറയുമ്പോ ഏതായിരുന്നു മനസ്സില്? എനിക്ക് അങ്ങനെ ഒരു ഫേവറേറ്റ് ഇല്ല. എഴുതും. അതാ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു. എന്നാലും ബിരിയാണി ഫേവറേറ്റ് ഫുഡ് ആയിട്ട് KBC ഉണ്ട്, നമ്മുടെ റഹ്മത്ത് ഉണ്ട്, എല്ലാം ഇല്ലേ? ഇപ്പൊ റഹ്മത്തും KBC ഒക്കെ ഉണ്ട്. ഇപ്പൊ ഹുസൈൻ ഖാന്റെ ബിരിയാണി, അതേപോലെ തന്നെ ഇപ്പൊ അരീക്കാട് ഉണ്ട് ഒരു ബിരിയാണി. അതാണ് ഇപ്പത്തെ ഫേവറേറ്റ് ബിരിയാണി. അരീക്കാടില് ഇവിടെ രാജാ തിയേറ്ററിന്റെ അടുത്ത് തൊട്ടടുത്തുണ്ട് ഒരു ബിരിയാണി. നല്ല അടിപൊളി ബിരിയാണിയാണ്. കഴിച്ചവർക്ക് എല്ലാവർക്കും അഭിപ്രായം. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസം മുന്നേ ഇവിടെ ലാലയും കുഞ്ഞാപ്പും വന്നിരുന്നു. ഇവിടെ ഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് അവിടുത്തെ ബിരിയാണി അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബിരിയാണി മന്തിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മന്തി ഒരാളും തൊട്ടില്ല, ബിരിയാണി മാത്രം കഴിച്ചത്. സോ ഒരുമാതിരി രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആയിട്ടാണ് ഉള്ളത് അല്ലേ? ഇനി മോനിലേക്ക് വരികയാണെങ്കിൽ ഉപ്പാനെയാണോ ഉമ്മാനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെ ഇല്ല, ഇത് ചോദിച്ചതിന് ഞാൻ പേരിലായിരിക്കും. അല്ല, അത് ഫിനുവിനെ തന്നെയാണ് ഇഷ്ടം. പക്ഷെ കുറച്ച് എങ്ങനെയാണ് എപ്പോഴും ഞാൻ വിളിച്ചാൽ വരില്ല. കുറച്ച് കൂടുതൽ ആരെയാ? ഉമ്മാനിയാ? ആരാ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുക? ഉപ്പ. അതാണ് ഇഷ്ടപ്പെടാത്തത്. ആരാ സൈക്കിള് വാങ്ങി തന്ന്? ആരാ ഫുട്ബോൾ വാങ്ങി തന്ന്? പക്ഷെ ഉമ്മാനെയാ ഇഷ്ടം. അത് ബോയ്സ് പൊതുവെ. പക്ഷെ ഓനിപ്പം മാറിയതാട്ടോ. ചെറുപ്പത്തിലൊക്കെ കംപ്ലീറ്റ് എന്റെ കൂടെ തന്നെ ആയിരുന്നു. ഞാൻ തന്നെയാണ് ചെറുപ്പത്തില് എവിടെ പോകുമ്പോഴും ഞാൻ അടുത്തിരുന്നത്. ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുണ്ട് ഒരു ദിവസം, എന്നോട് അടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്, നിങ്ങളോട് മാത്രം അടുക്കണേ, എനിക്ക് എന്നോട് ഇങ്ങനെ ഞാൻ കരഞ്ഞു ഒരു ദിവസം. അത് ഇവരെ മനസ്സിലെ കരച്ചില് പഠിച്ചോ കേട്ട പോലെ. പിന്നെ എന്റെ അടുത്ത് പറിച്ചു മാറ്റിട്ട് പോണില്ല, പിന്നെ എന്റെ അടുത്ത് തന്നെ കിടക്കും. അതിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതാണ് അസൂയ ഇല്ലാത്ത മനസ്സാണ് ആണുങ്ങൾ. അത്രല്ലേ ഉള്ളൂ. മോനെ ഇന്നെ ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഫിനുവിനെ ഇഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല. ഇന്നോട് കുറച്ച് സ്നേഹം കൂടിയപ്പോ ഇതിന് കരഞ്ഞു. അങ്ങനെയൊക്കെ തോന്നും. ഇപ്പൊ സെക്കൻഡ് ബേബി പ്ലാനിങ്ങിൽ പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അപ്പൊ അതിനൊരു റീസൺ പറഞ്ഞത് മോനോട് മാത്രമുള്ള ഇഷ്ടം പിന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞല്ലോ. അതേപോലെ ഫസ്റ്റ് ബേബി ഉണ്ടാവുന്നതിന് മുന്നേ പൊതുവെ ഈ ഒരു ജനറേഷനിലെ എല്ലാ പെൺകുട്ടികൾക്കും വരാറുള്ളൊരു ടെൻഷനാണ് നല്ലോണം ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. കണ്ടോ, ഇതൊക്കെയാണ് ഇവരെ മനസ്സിൽ. ഞങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കണേ ഇല്ല. ഞങ്ങളങ്ങനെ പൊതുവെ ഞാനെന്നല്ല കേട്ടോ, ആണുങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കേ ഇല്ല. ഇത് എന്തൊക്കെയോ മനസ്സിലുണ്ടാക്കി. പക്ഷെ അങ്ങനെ ഇഷ്ടം ഡിവൈഡ് ചെയ്ത് പോയിട്ടുണ്ടോ? അതാണ് ഇതിനങ്ങനെ ഒരു ഡിവൈഡിന്റെ ആവശ്യമില്ലല്ലോ. ഇനി 10 മക്കളുണ്ടെങ്കിലും ഓർക്ക് കൊടുക്കാനുള്ളത് വേറെ, ഇവിടെ വേറെ, ഉമ്മക്കുള്ളത് വേറെ, അതൊക്കെ സെപ്പറേറ്റ് അല്ലേ? പക്ഷെ സ്ത്രീകൾ അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നമ്മൾ മനസ്സിലാക്കി നല്ലോണം അത് ആലോചിക്കാറുണ്ടോ? വരും. മാരീഡ് ആണോ? അല്ല. അതാ ഞാൻ പറഞ്ഞത്, ആണുങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്തയില്ല. 3-4 ആണുങ്ങളുണ്ടെങ്കിലും കുഴപ്പമില്ല. മാരീഡ് ആണോന്ന് പറഞ്ഞപ്പോ ഭയങ്കര ചിരിയുണ്ടല്ലോ. അവിടെ എന്തൊരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. അവിടെ എന്തൊരു ട്വിസ്റ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഇനി ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ഒരു യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇടുന്ന റീൽസിനൊക്കെ ഒരുപാട് റീച്ച് ആണ്. എന്താണ് ഇതിന്റെ ഒരു ടെക്നിക്ക്? അങ്ങനെ ഇതില് പ്രത്യേകിച്ച് ടെക്നിക്ക് ഒന്നുമില്ല. നമ്മള് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് അങ്ങനെയൊന്നുമില്ല. രണ്ടാളും കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യും. നല്ല കണ്ടന്റ് ആകുമ്പോൾ നല്ല റീച്ചിൽ. പിന്നെ ചില സമയമാണ് നമ്മൾ എത്ര നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാലും ചിലപ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സിമ്പിൾ ആയിട്ട് എടുക്കുന്ന 15 സെക്കൻഡിന്റെ ഷോട്ട് നന്നായിട്ട് കയറും. അതിന്റെ ഏറ്റവും ഉദാഹരണമാണ് ഇപ്പൊ ലാസ്റ്റ് വീഡിയോ നമ്മൾ ഏകദേശം 2 മില്യന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. അതെ, അത് വെറും 10-15 സെക്കൻഡേ ഉള്ളൂ. ഒരു സിംഗിൾ ഷോട്ടിൽ എടുത്ത ഒരൊറ്റ സാധനം 2 മില്യന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത്. പാല് കാച്ചുന്ന വീഡിയോയിൽ ഞാൻ വരാനിരിക്കായിരുന്നു. ശരിക്കും അങ്ങനെ നോക്കിയാണോ? അത് ഞങ്ങൾ വിചാരിച്ചിരുന്നു, അതിന്റെ BTS എടുക്കാന്ന് വിചാരിച്ചിരുന്നു. അതിന്റെ പുറകിൽ അതിന്റെ കുട്ടൻസ് ഇവനാണ്. അവൻ താഴെ ഗ്യാസ് കുറ്റിന്റെ അവിടെ റെഗുലേറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സെറ്റായി നിൽക്കുകയാണ്. അപ്പൊ നിൽക്കുന്ന സമയത്ത് ഞാൻ വന്നിങ്ങനെ നോക്കുന്ന ആ സമയത്ത് തന്നെ
ഇത് തിളച്ച് വരുമ്പോൾ ഞാൻ മെല്ലെ കാലുകൊണ്ട് തട്ടും. ആ തട്ടുന്ന സമയത്ത് ഇവനെ ഓഫ് ചെയ്യണം. അത് ആദ്യം പ്ലാൻ ചെയ്തിട്ട് അത് കറക്റ്റ് ടൈമിൽ ചെയ്ത്. എന്റെ അടുത്താണ് 2 തവണ മിസ്റ്റേക്ക് വന്നത് അല്ലേ? അവൻ കറക്റ്റ് ആയിരുന്നു. എന്റെ അടുത്ത് ഇത് മുട്ടാൻ കുറച്ച് ലേറ്റ് ആയി പോയി. ഇപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്ക് ചെയ്തൊരു വീഡിയോൻ്റെ അടിയിൽ വന്നൊരു കുഞ്ഞു കമൻ്റ് ആണ്, നാണമില്ലാതെ പോയല്ലോ അല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പക്ഷേ ഞാൻ അതിനകത്ത് കണ്ടൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിനൊരു ഹാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ആണോ? അതിന് ഞാൻ കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല. അതെന്താ അങ്ങനെ ഒരു നെഗറ്റീവിന് ചുട്ട മറുപടി കൊടുക്കാതെ ഒരു സ്നേഹത്തിലൂടെ എപ്പോഴും നല്ലത്. ഒരുപാട് നല്ല കമന്റ്സ് വരലുണ്ട്. അതിന്റെ ഇടക്ക് ഇതുപോലുള്ള ബാഡ് കമന്റ് വരാറുണ്ട്. സോഷ്യൽ മീഡിയ അല്ലേ, എല്ലാ കമന്റും നമ്മൾ സ്വീകരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കമന്റിന് നമ്മൾ ഒരിക്കലും ഒരാൾക്കും ഇതുവരെ ഒരു ചുട്ട മറുപടി കൊടുത്തിട്ടില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. കാരണം ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ അറിയാം, അതില് ഞങ്ങൾ ഉപ്പനും ഉമ്മനും ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ ഫസ്റ്റ് തമ്പനയിലും അങ്ങനെ കൊടുത്ത് സ്റ്റാർട്ടിങ് കൊടുത്തെന്നുള്ളൂ. ഇത് പകുതി വരെ കണ്ട് അല്ലെങ്കിൽ ഒരു 10-5 മിനിറ്റ് കണ്ടിട്ട് ബാക്കി കുറ്റം പറയുന്നതാണ് ആളുകൾ. അതിൽ തന്നെ വേറെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറ്റം പറയുമ്പോൾ ആദ്യം വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് പറയണം എന്നുള്ളത്. അപ്പൊ പിന്നെ അവരോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, പറയാനുള്ള ആളുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പം ഞാൻ ഈ ഇടയ്ക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്ട്രഗിൾസ് ആദ്യത്തെ കാലഘട്ടത്തിൽ ഒരുപാട് സ്ട്രഗിൾസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു സ്ട്രഗിൾ ഓവർകം ചെയ്യാനുള്ള ഒരു എനർജി എവിടെ നിന്നായിരുന്നു ഉണ്ടായത്? എനർജി ഞങ്ങള് വിചാരിച്ച അങ്ങോട്ട് ചെയ്യന്നെ. ഇനിയിപ്പൊ നമ്മളെന്തായാലും തുടങ്ങി. അല്ല, ഇത് നിർത്തണം എന്ന് വിചാരിച്ചാണ് യൂട്യൂബ് ചാനല്. കൊറേ ചെയ്ത് മതിയായി, ഒരു രക്ഷയില്ല. യൂട്യൂബ് ഞങ്ങളെ എവിടെ, അതായത് ഞങ്ങളെ വീഡിയോ മേലോട്ട് പോകില്ല തന്നെ. ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഇങ്ങനെ കയറുന്നത്, ഞങ്ങളെ വീഡിയോ അവിടെ ഡെഡായി കിടക്കുന്നത്. പിന്നെ ഇവള് നിർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പിന്നെ ഷോർട്സ് തുടങ്ങാ, പിന്നെ ഞങ്ങൾ പറഞ്ഞു ഇൻസ്റ്റയില് റീലായിട്ട് ഇടാന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞു എന്തായാലും ഒരു വർഷം കൂടെ നമുക്ക് നോക്കാം, നോക്കിയിട്ട് അല്ലെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ ആ വർഷത്തിന്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്കും ഞങ്ങളത് ഒരു 100K എത്തി. അതായത് 5000K പെട്ടെന്ന് അങ്ങോട്ട് കയറിയതാ. 5000 ഉള്ളിരുന്നു, അതായത് 1000 ഇത്രയും ഇതായിട്ടില്ല. അപ്പൊ എല്ലാരും റീൽ ഇടാൻ തുടങ്ങി. അന്നൊന്നും അങ്ങനെ അധികം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഞാനൊക്കെ ഇവളില്ലേ, ഞാൻ ഒറ്റക്ക് ബീച്ചിലേക്ക് പോകും എന്നിട്ട് പറയും, മച്ചാനെ നമ്മളെ ചാനലുണ്ട്, ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച ശനിയാഴ്ച ഒക്കെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടാവും. ഈ ഒരു ടീനേജ് പ്രായമുള്ളവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ ചെയ്യിപ്പിക്കും. എന്നിട്ട് വീട്ടിലെത്തിയിട്ട് നോക്കും അവരെ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ 797, 798, 800, 801 അങ്ങനെ ഇരുന്ന് എണ്ണിയ സമയങ്ങളുണ്ട്. അത് ഏറെക്കുറെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ അതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ട് ഓരോ ദിവസം എനിക്ക് ഏകദേശം രാവിലെ ആകുമ്പോഴേക്ക് വർക്ക് കഴിയും. അത് കഴിഞ്ഞിട്ട് ഞാൻ വൈകുന്നേരം സ്കൂൾ വിടുന്ന സമയമൊക്കെ ആകുമ്പോൾ പോകും. എന്നിട്ട് ഓരോരുത്തരോട് പറയും ചെയ്യണമെന്ന് വഴി എന്നൊക്കെ കാണുമ്പോൾ അതിനായിട്ടാണ് പോണത്. എന്നിട്ട് അങ്ങനെ കുറേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല. പെട്ടെന്നൊരു വീഡിയോ അങ്ങനെ കയറി നേരെ 100ലേക്കാണ് പോയത്. അങ്ങനെ ഒരു സൗഭാഗ്യം കിട്ടി പ്രതീക്ഷിക്കാതെ. എനിക്ക് ഏറ്റവും ആ വീഡിയോയിൽ സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആ ലിങ്ക് എല്ലാവർക്കും അയച്ചു കൊടുത്ത് സ്റ്റാറ്റസ് ഇടണം, സ്റ്റോറി ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരും അങ്ങനെ സപ്പോർട്ട് ചെയ്യാതെ ഇരുന്നു. ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കരഞ്ഞ് ആ ഒരു ഡിപ്രഷനിലേക്ക് പോവാതെ പിന്നെയും വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനിലേക്കാണ് നിങ്ങൾ വന്നത്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ കരഞ്ഞ് എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് പോസ്റ്റ് ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ ഇപ്പോഴൊന്നും ആർക്കും ഷെയർ ചെയ്യില്ല. ആ സമയത്ത് നമ്മളെ കോണ്ടാക്റ്റിൽ ആരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അവരിത് നമ്മൾ കാണുമല്ലോ ബ്ലൂടിക്ക് വന്നെന്നുള്ള കണ്ടിട്ട് നമ്മൾ പേജിലേക്ക് വരുമ്പോൾ നമ്മൾ നോക്കും ഓരോ കമന്റ് വന്നണോ എന്ന്. ഒരു കമന്റ് വരാതാകുമ്പോൾ നമ്മൾ ഭയങ്കര, അതായത് അറിയുന്ന ആളുകൾ പോലും ഒരു കമന്റ് വരുന്നില്ലല്ലോ. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല. നമ്മളെ കൂടെ കട്ടക്ക് നിൽക്കുന്ന ആളുകളായിരിക്കും. വീഡിയോ അയച്ചു കൊടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. അറിയാത്ത ആളുകളെ കമന്റ് മാത്രമേ വന്നിട്ടുള്ളൂ. കുറച്ച്, അതായത് ഈ ഫിനുവിന്റെ വിരലിൽ എണ്ണാവുന്ന കുറച്ച് ആളുകളെ നമ്മൾ ആ സമയത്ത് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ ആ കമന്റ് ഇടാത്ത ആൾക്കാരുടെ അടുത്ത് ഇപ്പൊ പോയി നിൽക്കുമ്പോ എന്താ ഒരു ഫീലിംഗ്? ഇപ്പൊ ഞങ്ങളെ കൂടെ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട് നമ്മള്. അതായത് പിന്നെ അതുപോലെ തന്നെ ഫിൻഷ ഷഹീറിന്റെ കസിനാണെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ അറിയുന്നുണ്ട്. പക്ഷെ എന്താണ്, നമ്മള് ആരോടും സന്തോഷമുള്ളൂ. സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരാളെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കണ്ടല്ല. അയാളെ മനസ്സിന്ന് തോന്നണം, അയാൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യാം. പക്ഷെ നമ്മള് അന്നൊന്നും എല്ലാവരോടും ഒരുപോലെ നിൽക്കുന്നത്. ഇപ്പം നിങ്ങൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ പഴയതുപോലെ അല്ലല്ലോ, ഒരുപാട് ഫാൻസ് ഉണ്ട്.
അപ്പൊ അവരൊക്കെ ഫോട്ടോ എടുക്കാനെല്ലാം വന്ന് ചോദിക്കുമ്പോ എന്താ ഫീൽ ചെയ്യാറ്? നല്ല ഭയങ്കര സന്തോഷം തോന്നും. അതായത് ഇപ്പൊ ഇന്നലെ ഞങ്ങള് കോയൻകോല് പോയി, ഇവിടെ ഒരു ഷോൾ എടുക്കാൻ വേണ്ടിട്ട് പോയപ്പോ നല്ല ഏജുള്ള ഒരാളാണ്, 50-60 തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. കണ്ടാല് നമുക്ക് അങ്ങനെ തോന്നാത്ത ഒരാളാണ്. ഈ കർഷകന്റെ അത് വൈറ്റും സാധാരണ ഈ പറമ്പിലൊക്കെ നിൽക്കുന്ന ആളുകളുടെ ആ ഒരു ലുക്കാണുള്ളത്. പക്ഷെ ആള് നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, മക്കള് നല്ല അടിപൊളിയാണ്, ഒരു നല്ല CA അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. പക്ഷെ ഞങ്ങള് വീഡിയോ കാണലുണ്ട് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് കുറെ നേരം ഒരു 10 മിനിറ്റോളം സംസാരിച്ചില്ലേ, ഞങ്ങളെ വീഡിയോ മാത്രമാണ് കാണല് ഞങ്ങൾ സ്ഥിരമായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോ ആ ഒരു ഏജിലുള്ള ആളുകള് പറയുമ്പോ ഭയങ്കര സന്തോഷം. സാധാരണ ഇപ്പൊ നിങ്ങൾ കാണുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എല്ലാരും കാണുന്നതാണല്ലോ. പക്ഷെ അങ്ങനെ ഏജിലുള്ള ചിലപ്പോ സ്ത്രീകളൊക്കെ വന്നിട്ട് ഇവിടെ എങ്ങനെ പിടിക്കലുണ്ട്. സ്വന്തം മോളെ പോലെ താത്തമാര് വന്നിട്ട് ഇങ്ങനെ മോളെ പറഞ്ഞ് പിടിക്കുമ്പോഴൊക്കെ അതൊക്കെ വലിയ സന്തോഷം. കാരണം ഈ ബാക്കിയുള്ളൊരു സന്തോഷം ഇല്ല എന്നല്ല, അത് ഇരട്ടിമധുരാണ്. കാരണം ആ ഒരു പ്രായത്തിലുള്ളവർക്കും ഇങ്ങനെ വീഡിയോ കാണുന്നുണ്ട്, നമ്മളെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് ആള് വരുന്നുണ്ട്. അപ്പോൾ ഒരുപാടധികം താങ്ക് യു, ഇത്രയും തിരക്കുകളിൽ നിന്നെല്ലാം ടൈം മാറ്റി വെച്ച് ഞങ്ങളുടെ ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് വേണ്ടി ഇരുന്നതിന്. ഇനിയും ഒരുപാട് ഉയരത്തിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. സന്തോഷം. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത ലൈഫ് നെറ്റ് TV പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ബൈ. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ചാവറ ഫിലിം സ്കൂൾ, കൊച്ചി.